ബംഗാളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള തർക്കമാണ്. 80 സീറ്റിൽ 59 സീറ്റിലും ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് വിമത നേതാവായിട്ട് TMCയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഋതപത്തെ ബാനർജി, മമതാ ബാനർജി കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നിങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ഋതപത്ത ബാനർജി എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിമത നേതാവ് 80-ൽ 59 MLA കൊണ്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഗവർണറെ കണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവാകുവാൻ വേണ്ടി. നിങ്ങൾ ഒന്നോർക്കണം, ഈ ഋതപത്ത ബാനർജി ആരായിരുന്നു? ഋതപത്ത ബാനർജി SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുകയും രാജ്യസഭാ അംഗവുമായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചതിക്കണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ മുച്ചൂടെയും നാമാവശേഷമാക്കാം എന്ന് കരുതി അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ കുതിരക്കച്ചവടം നടത്തി നിങ്ങൾ കൈക്കലാക്കിയപ്പോൾ നിങ്ങൾക്കും ഇതേപോലൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇപ്പോൾ ദീദിയുടെ കാലഘട്ടമൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. 80 MLA ശക്തിയുള്ള TMC മമതാ ബാനർജി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളെ അംഗീകരിക്കാനായിട്ട് ഋതപത്ത ബാനർജിയും അതേപോലെ തന്നെ അയാളെ പിന്തുണയ്ക്കുന്ന MLA തയ്യാറാകുന്നില്ല. ആകെ 80 MLA ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടെങ്കിൽ അതിൽ 59 MLA വിമത നേതാവായിട്ടുള്ള അല്ലെങ്കിൽ TMCയുടെ കഴിഞ്ഞ കാലങ്ങളിലെ നേതാവായിട്ടുള്ള ഋതപത്ത ബാനർജിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ഈ ഋതപത്ത ബാനർജി കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ പോലും പെടുന്നില്ല. കാരണം 50% MLA കൂടുതലും ഋതപത്ത ബാനർജിയുടെ കൂടെയാണ്. അതിൽ വിരളി പൂണ്ട മമതാ ബാനർജി ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മുഴുവൻ കമ്മിറ്റിയെയും പിരിച്ചുവിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളെ ഉൾപ്പെടെ. മമതാ ബാനർജി, നിങ്ങൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ ജനാധിപത്യ പാർട്ടികളായിട്ടുള്ള CPM-നെയും കോൺഗ്രസിനെയും പോലെയുള്ള കക്ഷികളെ നിങ്ങൾ തച്ചുടയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തന സ്വാതന്ത്ര്യം വരെ നിഷേധിച്ച് നിങ്ങളുടെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതയ്ക്കുകയും കൊലപ്പെടുത്തുകയും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകൾ കൈയടക്കുകയും ചെയ്ത് അവിടെ രാഷ്ട്രീയ അരാജകത്വം നിലനിർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത്തരമൊരു തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു. കാരണം കുതിരക്കച്ചവടം നടത്തിയും അതേപോലെ തന്നെ നെറികേടുകൾ കാട്ടിയും രാഷ്ട്രീയത്തിൽ മുന്നേറി വരുന്ന ആർക്കും തന്നെയും രാഷ്ട്രീയത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിലോ സ്ഥാനം ഇല്ലാതാകും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ നാണം കെട്ട് പടിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ ചീട്ടുകൊട്ടാരം ഓരോന്നായി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഭക്തിയും ബഹുമാനവും കാണിച്ചിരുന്ന നേതാക്കളടക്കം അധികാരം ഇല്ലാതായപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്നും ഇപ്പോ മുഖ്യമന്ത്രിയായിരിക്കുന്ന സുവേന്ദു അധികാരി അത് നിങ്ങളുടെ ആളായിരുന്നു. ഇപ്പോൾ വിമത നേതാവായിട്ട് പോകുന്നയാള് ഋതപത്ത ബാനർജി നിങ്ങളുടെ ആളായിരുന്നു. അപ്പോൾ കുതിരക്കച്ചവടത്തിലൂടെ ഓരോ ആളുകളെയും നിങ്ങൾ പാട്ടിലാക്കുകയും ചാക്കിലാക്കി പിടിക്കുകയും നിങ്ങളുടെ പക്ഷത്തോട്ടാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. നേരിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടാകുകയില്ലായിരുന്നു. മമതാ ബാനർജി, നിങ്ങളുടെ യുഗം ഏകദേശം അവസാനിക്കാൻ പോകുന്നു. ബംഗാളിൽ പുതിയ രാഷ്ട്രീയ കരു നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോ ബംഗാളിലെ രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്നു. മമതാ ബാനർജിക്ക് ഇപ്പോൾ ഋതപത്ത ബാനർജി ചെക്ക് വെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ബംഗാളിലെ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും എന്നുള്ളത്. BJPയുടെ പാളയത്തിലേക്ക് വിമത MLA ചേക്കേറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായാലും എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.